എന്താണ്? നമസ്കാരം. ആ നമസ്കാരം. എടോ ഞാനിവിടുത്തെ ക്ലർക്കാണ്. അതെനിക്ക് പറയാൻ പാടില്ല. ഇതൊരു കല്യാണത്തിന് പോകണം. പെട്ടെന്ന് നോക്കും. പെട്ടെന്ന് നോക്കണം. കല്യാണത്തിന് പോകണ്ടല്ലേ? അതല്ല, ഞാനും എന്റെ വൈഫുമായിട്ടാണ് കല്യാണത്തിന് ഞങ്ങൾ പോകാറുണ്ട്. എടോ കല്യാണത്തിന് പോണെങ്കിൽ ഫാമിലി ആയിട്ട് പോകണം. വൈഫും കുട്ടികളൊക്കെ ആയിട്ട് പോകണം. അതെ, 11 മണിക്കാണ് കല്യാണം. 11 മണിക്കാണ് കല്യാണം. വൈകിട്ട് പെട്ടെന്ന് നോക്കും. അതല്ലെന്ന്. പിന്നെ എന്താണ്? ഇന്ന് ഒരു കേസിനകത്ത് ഞങ്ങളാണ് സാക്ഷി, ഞാനും എന്റെ വൈഫുമാണ്. അതൊന്ന് നേരത്തെ ആക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെയൊന്നും പറ്റില്ല. ഇതൊക്കെ ഒരു നിയമവ്യവസ്ഥയിൽ പോകുന്ന സംഭവമാണ്. അങ്ങനെയൊന്നും മാറ്റാൻ പറ്റത്തില്ല. അല്ല, നേരത്തെ ആക്കിയാലേ എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റുള്ളതാണ്. ഇവിടെ അതൊന്നും പറ്റില്ല. ഇവിടെ ജഡ്ജി വക്കീലൊക്കെ വന്നിട്ട് അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് സംഭവം. അല്ല, ഞങ്ങളുടെ കേസ് ഒന്ന് നോക്കട്ടെ. തന്റെ പേരെന്താ പറഞ്ഞാൽ? പൂച്ചാണ്ടി ഉണ്ടോ നോക്കിയാൽ മതി. എടോ ഇതിലൊരു പൂച്ചാണ്ടി ഇല്ല. എന്താ പേര് പറയണോ? എന്റെ പേരാണ് ഉച്ചാണ്ടി. എടോ ഞാൻ ഇത്രയും വർഷമായി കോടതിയിൽ വർക്ക് ചെയ്യുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് പേരിനകത്ത് ഒരു മുഖം കാണുന്നത്. ഉച്ചാണ്ടി. ഒരു മിനിറ്റ്. എടോ തന്റെ കേസില് ഏറ്റവും അവസാനോട് ഇരിക്കുന്നത്. ഏറ്റവും അവസാനം? അതങ്ങനെയൊന്നും വിളിക്കാൻ പറ്റില്ല. അപ്പൊ ആരും വന്നിട്ടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് തീരുമാനം. ഇവിടെ അങ്ങനെ നടത്താൻ പറ്റുന്ന നിങ്ങൾക്കൊരു നിയമവ്യവസ്ഥയിൽ പോകുന്ന സംഭവമാണ്. ഇപ്പൊ എന്താ സംഭവം? ഇതിലേറ്റവും അവസാനമാണ് തന്റെ കേസ് ഇരിക്കുന്നത്. ഇതിങ്ങനെ മറച്ചു വെച്ചാൽ ആദ്യമാവില്ലേ? എന്ത് പറഞ്ഞാലും പറയണം. അങ്ങനെയൊന്നും നടക്കുന്നില്ല. ജഡ്ജി അങ്ങ് വരുന്നു. ജഡ്ജി അല്ലേ വഞ്ഞാൽ ടിപ്പറൊന്നല്ലോ. മാറിയിട്ട് തന്റെ കേസ് വിളിക്കാം. ഗുഡ് മോർണിംഗ് സാർ. ഈ നട്ടുച്ചയ്ക്കും പറഞ്ഞല്ലോ. ആരൊക്കെയാണുള്ള? ഇന്ന് ഒരുപാട് കേസുകളുണ്ട്. എന്നാ വിളിക്കേ. കേസ് നമ്പർ 154/30 വിവാഹമോചന ഹർജിയിലെ ഒന്നാം കക്ഷി പാലുപറമ്പിൽ വീട്ടിൽ ഈ പച്ചൻ ഹാജരുണ്ടോ? രാത്രി പകലിനോടൊന്ന പോലെ യാത്ര ചോദിക്കൂ. അടുത്താളെ വിളിക്കട്ടെ. കേസ് നമ്പർ 154/30 വിവാഹമോചന ഹർജിയിലെ രണ്ടാം കക്ഷി പുത്തൻ വീട്ടിൽ രാഘവന്റെ മകൾ മാലിനി ഹാജരുണ്ടോ? യാത്ര ചോദിപ്പൂ. അപ്പൊ തുടങ്ങാം. ദൈവം സാക്ഷിയായി കോടതി നാമത്തിൽ സത്യം മാത്രമേ. അയ്യോ, ഞാനെന്താ അയ്യോ സാറേ മാറിപ്പോ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. ഇവിടെ ചോദിക്കണ്ടേ സാർ? ഇവിടെ ചോദിക്കണ്ടേ? അല്ല, അവള് നുണ പറയാനെന്നാ തോന്നെ കണ്ടിട്ട്. ഇത് ആരാണ് വാദിക്കുന്നേ? നമ്മുടെ പടവീടൻ വക്കീല് കാർലോസ് പടവീടൻ. ആണോ? സാർ, ഈ കേസിലെ വാദിഭാഗം വക്കീലാണ്. എന്റെ കക്ഷികളെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുമതി തരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചു. താങ്ക് യു. ഗ്രഹണം ബാധിച്ചാലും സൂര്യൻ അതിന്റെ സമയം കഴിയുമ്പോൾ മറന്നേക്ക് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. എത്ര മൂടിവെക്കപ്പെട്ടാലും എത്ര വളച്ചൊടിക്കപ്പെട്ടാലും ഒരിക്കലും അതിന്റെ മറന്നേക്ക് പുറത്തു വരും. അത് പുറത്തു വരും. അതെന്തിനാ ഇവിടെ പറയണേ? ഞാൻ കാലത്ത് കുളിച്ച് എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ വന്നിട്ടേ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ വക്കീലാണെന്ന് തോന്നൂല്ല. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. താങ്ക് യു സാർ. എന്താണ് നിങ്ങളുടെ പേര്? ഈപ്പച്ചൻ എത്ര വരെ പഠിച്ചു? ഞാൻ സ്കൂളിൽ പഠിച്ചു. ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഒരു മരം വെട്ടുകാരനായിരുന്നു തന്റെ അപ്പൻ. അമ്മയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടമാക്കി അപ്പൻ കഴിമരത്തിൽ കയറുമ്പോൾ അന്ന് നിങ്ങൾക്ക് വെറും 3 വയസ്സായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി LLB വരെ പഠിക്കണമെന്നില്ല. ലേലം സിനിമ ഉണ്ടാവും മതി. 3 പ്രാവശ്യം ഞാൻ കണ്ടു. ഈപ്പച്ചന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞു? കുട്ടനാട്. ഹായ്, കുട്ടനാട് എന്ന് കേൾക്കുമ്പോൾ വള്ളവും വെള്ളവും വള്ളംകളിയും കാരിയും കൂരിയും കരിമീൻ കറിയും നല്ല ചാള വറുത്തതും നെയ്മീൻ പൊള്ളിച്ചതും വരാല് കറിയും വരാല് വറ്റിച്ചതും ഒരു കള്ളൊരു കണ്ട കവളക്കാലി ചക്കപ്പുഴുക്കും
അതും കൂടെ പറയാൻ പറ്റായിരുന്നു. എന്റെ പൊന്ന് സാറേ, ഷാപ്പിൽ കറിയൊക്കെ വാങ്ങിക്കുന്ന ആളെയൊക്കെ വക്കീലെ പിടിച്ചാക്കി ഇങ്ങനെയൊക്കെ ഇരിക്കും. എന്തിനാണ് സാർ? മിസ്റ്റർ ഈപ്പച്ചൻ, നിങ്ങൾ എന്ത് വർക്ക് ചെയ്തു? സാർ, ഞാനൊരു 3 വർഷം കോട്ടയം KSRTC ജോലി നോക്കി. പിന്നെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഒരു 2 വർഷം ജോലി നോക്കിയിരുന്നു. ഇപ്പം ഒരു 2-2.5 വർഷം നമ്മളെ കോഴിക്കോട് ജില്ലാ സബ് കളക്ടറായി ജോലി നോക്കി. ആണോ? ഉദ്ദേശിച്ച പോലെയല്ല, ആള് ഭയങ്കര ഗംഭീരനാണ്. ഒരുപാട് തസ്തികകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ല സാർ, ജോലി നോക്കിയിരുന്നു. പക്ഷേ ജോലിയാണ് ഇപ്പം ബിസിനസ് ചെയ്തത് സാർ. ഓ, എന്ത് ബിസിനസ്സാണ്? കപ്പലിന്റെ കച്ചവടം. സാർ, നമ്മുടെ മറീന ബീച്ചിലാണ് ഞാൻ കൂടുതലും കപ്പലിന്റെ കച്ചവടം നടത്തുന്നത്. പിന്നെ നമ്മൾ തിരുവനന്തപുരം കോവളത്ത് കച്ചവടം നടത്തുന്നുണ്ട് സാർ. പിന്നെ കാരണം എന്താ പറയുക, നിങ്ങളെ പോലെ ഞാൻ തല്ലി പൊട്ടിക്കാൻ എന്റെ പരിപ്പെടുത്ത് കഴിച്ചാൽ അടി പൊളിയാ. ഈ കേസിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സാർ, ഞാൻ കയറ്റി വെച്ച എന്റെ ഭാരം എനിക്കൊന്ന് ഇറക്കി വെക്കണം. ഇവിടെ ഇറക്കാൻ പറ്റത്തില്ല. ഇതിന് പുറകെ ബാത്റൂം ഉണ്ട്, അവിടെ കൊണ്ട് ഇറക്കിയാൽ മതി. കോടതിയാണ്, നമ്മൾ അവിടെ കൊണ്ട് തന്നെ കളയേണ്ടി വരും സാർ. ബഹുമാനപ്പെട്ട കോടതി, എന്റെ കക്ഷി ഇന്നസെന്റ് ആണ്. ആദ്യം പറഞ്ഞ മാലിയാന്ന്, ഇപ്പൊ ഇന്നസെന്റ് ആണ്. നീ കുറച്ച് കഴിഞ്ഞ് കേൾപ്പിച്ചിട്ടാണ് നീ പറയുന്നത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ കക്ഷി നിരപരാധിയാണ്. അത് പറ. അത് വേണമെങ്കിൽ ഞാൻ ഈ കോടതി മുമ്പാകെ തെളിയിച്ചു തരാം. ഇപ്പോ മാലിനി വിവാഹിതയാവും. പറ്റിപ്പോയോ? ശരി. വിവാഹത്തിന് മുമ്പ് മാലിനിക്ക് എന്തെങ്കിലും പ്രണയബന്ധങ്ങൾ കണ്ടോ? കണ്ടോ സാർ? ആ മുഖത്തേക്ക് നോക്കൂ. പ്രണയമെന്ന് കേട്ടപ്പോഴേ ആ കുട്ടിയുടെ കണ്ണുകൾ വളരെ വികാരം തീവ്രമായി. പ്രണയത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത എന്റെ കക്ഷി നിരപരാധിയാണ് സാർ. സോറി മാലിനി, സോറി. തെറ്റിച്ച് ഞാൻ 19 വരെ എണ്ണി റെഡിയാക്കിയതായിരുന്നു. അപ്പോ നിങ്ങളൊരു വഴിപോക്കനാണല്ലേ? വഴിപോക്കനല്ല സാർ, വഴിപാടിന് വേണ്ടി പോയതാണ്. പിന്നെ തലയിലായി. നിർബന്ധിച്ച പിന്നെ കെട്ടായിരിക്കും. നാട്ടുകാർ മരത്തി കെട്ടിയിട്ട് ഇയാളെ കുറിച്ച് എന്താണ് മാലിനിക്ക് പറയാനുള്ളത്? എന്റെ സാറേ, 3 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് എനിക്ക്. ആ കുഞ്ഞിന് വേണ്ടിട്ട് ഇന്ന് വരെ ഇങ്ങനെ എന്തെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. 3 വയസ്സായ കുഞ്ഞിന് ഞാൻ എവിടെ ഷേവ് ചെയ്യാൻ സാർ? ഒരു 10-18 വയസ്സായിട്ട് ഞാൻ ഷേവ് ചെയ്യാം. അല്ല, ഞാൻ എവിടെ ഷേവ് ചെയ്യാൻ? 3 വയസ്സായ കുഞ്ഞിന് എവിടെ സാറേ മുടി? അല്ല, വിട്ടേക്ക്, ഞാൻ വേറെ ചോദിക്കാം. മാലിനിക്ക് ഇനി എന്താണ് ഈ കോടതിയോട് പറയാനുള്ളത്? സർ, എനിക്ക് എന്തായാലും ഞാൻ ഇങ്ങനെ വേണ്ടാന്ന് വെച്ചു. ഇനി മുന്നോട്ട് എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നല്ലൊരു ബന്ധം എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും വിവാഹം കഴിക്കും. അങ്ങനെയാണെങ്കിൽ 43 വയസ്സ്, ശുദ്ധ ജാതകം, LLB കാരനാണ്. വേറെ യാതൊരുവിധ ആക്ടിവിറ്റീസും ഇല്ല. വലിക്കില്ല, കുടിക്കില്ല, മുറുക്കില്ല. അത് മാത്രമല്ല, സ്വന്തമായിട്ടൊരു വാഹനം കൂടെയുണ്ട്. സൈക്കിളല്ലേ? അതെ, അതെനിക്കറിയാം ആളാരാണ്. താങ്കളല്ലേ? വീട് ടു കോടതി, കോടതി ടു വീട്, അല്ലാതെ വേറെ ഒരു ചിന്തയില്ല. അങ്ങനെ ഒരാളെ കെട്ടാൻ സമ്മതമാണോ? അയ്യോ, ഇത് നടക്കില്ല. ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോ താൻ എന്റെ ഇടയിൽ കയറി അല്ല, എന്നാലും എനിക്കൊന്ന് ആലോചിക്കാൻ ഒരു സമയം. ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത ഞായറാഴ്ച ഞങ്ങൾ ഈ കോടതിയിൽ നിന്ന് ഒരു 10 പേരങ്ങ് വരാം. വക്കീല, ഞാന്, ടൈപ്പ്റൈറ്റർ, മൂവത്തെ എല്ലാവരും കൂടെ അങ്ങ് വരാം. നമുക്ക് വീട്ടിൽ വെച്ച് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം. പിന്നെ എന്നാ കൊടുക്കും? ഒരു 3 വയസ്സായ കൊച്ചിനെ തരാം. അത് തന്റെ കൊച്ചല്ലേ? തന്റെ കൊച്ചിനെ നോക്കാനായിട്ട് എനിക്ക് സൗകര്യമില്ല. ഈ ബന്ധത്തിൽ ഞാനില്ല. അത് എന്റെ കൊച്ചൊന്നുമല്ല. അത് എന്റെ കൊച്ചാണോ അല്ലയോ എന്നുള്ള തർക്കമാണ് ഇവിടെ നടക്കുന്നത്. എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് കഴിഞ്ഞാൽ, ഈ കേസിലെ സാക്ഷികളായ ഇവളുടെ അയൽപക്കക്കാരായ അയൽവാസികളായ ഒരു ഉച്ചാണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യ, അവരെ വിസ്തരിക്കാനായിട്ട് എന്നെ താഴ്മയായിട്ട് അനുവദിക്കണമെന്ന് അവരോട് കേസ് നമ്പർ 154/30 വിവാഹമോചന കേസിലെ സാക്ഷി ഉച്ചാണ്ടി നിവാസിൽ കുഞ്ഞാണ്ടിയുടെ മകൻ ഉച്ചാണ്ടി ഹാജരുണ്ടോ? 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 മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. ഉച്ചാണ്ടി ഭാര്യയുടെ പേര് രാജി. രാജി. ഉച്ചാണ്ടി, ഈ നിൽക്കുന്ന ഇദ്ദേഹത്തെ, ഈ ഇപ്പച്ചനെ നിങ്ങൾക്കറിയാമോ? തൊട്ടടുത്ത് അയൽവാസികളാണ്. തൊട്ട് ചേർന്ന് പറ്റ താമസിക്കുന്നവര്.
തന്നെ സാറേ, ഞാൻ എന്നും രാവിലെ 4 മണിക്ക് എണീക്കും. എണീറ്റിട്ട് എന്റെ അടുക്കളയിൽ ചെന്ന് ആ ജനൽ ഒന്ന് തുറക്കുമ്പോ സാറിന്റെ ബെഡ്റൂമിന്റെ ജനൽ തുറന്നു വെച്ചേക്കും. എന്റെ ബാത്റൂമിന്റെ ജനൽ തുറക്കുമ്പോഴും അവളുടെ അടുക്കളയാണ്. അത്രയ്ക്ക് നമ്മള് അത്രയ്ക്ക് അടുത്താ. അതല്ല അത്ര പച്ചക്കട താനൊന്നും പറയണ്ട, താൻ വെറും ഇല്ല ഒന്നുമില്ല സാറേ. ബഹുമാനപ്പെട്ട കോടതി, അപ്പൊ എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം ഇവരുടെ വീട്ടിലെ ജനലും അപ്പുറത്തെ വാതിലുമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നാളെ ഒരു 10 പേര് കൂടി ഒരു ഉളി സാമാനം ഒക്കെ ആയിട്ട് ചെന്നത് അതങ്ങ് പൊളിച്ചു കളഞ്ഞാലോ? സാറേ, ഇത് എന്തെന്ന് പറഞ്ഞാൽ ഇവരെപ്പോഴും വഴക്കാണ്. അവരുടെ കുടുംബത്തിലെ പ്രശ്നം പറഞ്ഞാൽ വഴക്കാണ്. ഇവര് തമ്മിൽ വഴക്കാണ്. കുടുംബം എന്ന് പറയുന്നത് എന്താ? കൂടുമ്പോൾ ഉള്ളതാണ് കുടുംബം, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അത് നിങ്ങൾക്കറിയാം. ഞാനോള് ഭൂകമ്പം നിങ്ങൾ തമ്മിൽ അത് വേറെ ഇമ്പം. സ്വന്തം ഭാര്യ രാവിലെ ഉറക്കമെണീറ്റ് ഒരു കപ്പ് ചായയുമായി ഭർത്താവിന്റെ കാല് തൊട്ട് തൊഴുത് കണി കാണണം എന്ന് ഏത് ഭർത്താവാണ് സാറേ ആഗ്രഹിക്കാത്തത്? കേട്ട് പറയടി. എന്റെ പൊന്ന് സാറേ, ഞാൻ പറയട്ടെ, എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ രാവിലെ ചെന്ന് കുളിച്ചു ഒരുങ്ങി ചായ ആയിട്ട് ഞാൻ ചെല്ലുമ്പോ ഉണ്ടല്ലോ, ഈത്തുവായി ഒലിപ്പിച്ച് ബെഡ്ഷീറ്റ് അവിടെ കിടക്കും, ഇങ്ങേര് ഇവിടെ കിടക്കും, തലാണി അപ്പുറത്ത് കിടക്കും. ഇതിൽ ഞാൻ എന്ത് കണി കാണാനാ സാർ? അല്ല, ഞാൻ പറയും, നീ ഇത് എന്റെ കാലിൽ തൊട്ട് വന്നു. ഞാൻ എന്നും ചേരുണ്ട്, ചേട്ടൻ ഉറക്കമായിരിക്കും. എനിക്ക് കോടതിയായി പോയി. സാർ, ഒരു ഭക്ഷണം എനിക്ക് ഉണ്ടാക്കി തരും സാർ. ഒരു ഭക്ഷണം എനിക്ക് ഉണ്ടാക്കി തരില്ല. ശരിയാ, അത് ശരിയാ സാറേ. അത് വായിക്ക് രുചിയായിട്ട് ഒരു ഭക്ഷണം എനിക്ക് ഉണ്ടാക്കി തരില്ല. ആര് പറഞ്ഞു ഉണ്ടാക്കി തരത്തില്ല? നീ ഉണ്ടാക്കി തരില്ല എനിക്ക്. ആര് പറഞ്ഞത്? ഈ ചേട്ടനോട് ചോദിച്ചു എന്ത് ടേസ്റ്റാന്ന് അറിയാം. ഞാൻ ഭക്ഷണം എടുക്കാനാണ് നീ എപ്പോഴും ഉണ്ടാക്കി കൊടുത്താൽ ഒരു ദിവസം ഉണ്ടാക്കി കൊടുത്തായിരുന്നു. നീ അവനെന്തിനും ഉണ്ടാക്കി കൊടുക്കാൻ പോയി? നിങ്ങൾക്ക് എന്ത് വാക്കി രുചിയായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കണം. ഒന്നും തൊട്ട് കൂട്ടാൻ കൊള്ളൂല സാറേ. ചേച്ചി എന്തിനാ എന്റെ ഭർത്താവിനെ അയ്യോ എന്റെ സാറ് ഇത്രയും വലിയ വിഷയം നടന്നിട്ട് സാറിവിടെ പാത്തിരിക്കണം. പിന്നെ വല്ലവന്റെ കേസിൽ കൈയിട്ടിട്ട് വേണം നാറാൻ. കാര്യങ്ങൾ കൈവിട്ടു പോയി. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്നാ നമ്മൾ ചെയ്യണ്ടേ? ഞാൻ ചോദിക്കാം. ഹലോ മല്ലി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് ഡിവോഴ്സ് ചെയ്യണം. നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് റിവേഴ്സ് വേണം. റിവേഴ്സാ? ഇവിടെ നിന്ന് എനിക്ക് പുറകോട്ട് പോകണം. ഓ, നിങ്ങൾക്ക് എനിക്കയാളെ വേണ്ട. തനിക്ക് എന്താ വേണ്ടത്? അവള് പറഞ്ഞു. അവള് പറഞ്ഞോ? അവള് പറഞ്ഞ സാധനം ഏത് പറഞ്ഞ സാധനം? ഡിവോഴ്സ് ആണോ? ഡിവോഴ്സ് ആണോ? അതുപോലും പറയാൻ അറിയില്ല. അതറിയെങ്കിൽ ഞാൻ കോട്ടിട്ട് ഇവിടെ നിൽക്കൂലേ? അപ്പേ ഇവർക്ക് 4 പേർക്ക് ഡിവോഴ്സാ വേണ്ടത്. കൊടുക്കാം. ഇഷ്ടം പോലെ ഇരിക്കുമല്ലേ? സാറൊരു തീരുമാനം ഉണ്ടാക്കൂ, തീർപ്പ് കൽപ്പിക്കും. തീർപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചെയ്യും. പറയാം, അവള് വരുന്ന മാലിന്യക്കും ആ നീലക്ഷരത്തുകാരനും ഒന്നിച്ച് ജീവിക്കാൻ തയ്യാറാണോ? താല്പര്യമുണ്ടോ? തന്റെ കാര്യം അടിക്കരുത്. ഞങ്ങൾക്ക് തീരുമാനിക്കണം സാർ. ഇനിയത്ത് തീരുമാനിക്കണം. ഞങ്ങൾ തീരുമാനിക്കണം. ഇനിയത്ത് തീരുമാനിക്കണം. തീരുമാനിച്ചു നേരത്തെ. ആണോ? സംഭവം ബാക്കി ഒരു കാര്യം, അടുത്ത ഞായറാഴ്ച ഇവരെ കല്യാണം കോടതിയുടെ ഹാളിൽ വെച്ച് തന്നെ. കോടതി ഓഡിറ്റോറിയത്തിൽ വെച്ച്. അപ്പൊ ഞങ്ങൾ ഈ കോടതിയിൽ നിന്ന് ഞാനാ വക്കീല് ഉമസ്ഥ എല്ലാം കൂടെ ഒരു 10 പേര് തയ്യാറാണ്. ബിരിയാണിയാണോ അവിടെ? സദ്യ. ഓക്കെ, 2 കീറ്റ. എന്നാ വിട്ടോ, അടുത്ത ഞായറാഴ്ച കല്യാണം. അല്ലല്ല പോലെ 3.5 വയസ്സായ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിനെ എന്ത് ചെയ്യും? ഇപ്പൊ എന്ത് ചെയ്യും? കോടതി ഏറ്റെടുക്കട്ടെ. അതിനെ കോടതി ഏറ്റെടുക്കണം. അല്ലെങ്കിൽ സാറ് നോക്ക്. ഞാൻ നോക്കാനോ? സാറിന് പിള്ളേരില്ലാതിരിക്കല്ലേ? അല്ല, അപ്പൊ നാട്ടുകാർ വല്ല ചോദിച്ചാലോ? എന്റെ അടുത്ത് പറഞ്ഞു ആഗ്രഹിച്ച് സാറിന് ഇരുന്നോട്ടെ. എന്റെ
പൊന്നോ, ഇനി വല്ല കേസും ഉണ്ടാണോ? ഒരു കേസും കൂടി ഉണ്ട്. വിളിക്ക്. കേസ് നമ്പർ 405/50. പ്രൈവറ്റ് ബസ്സിൽ പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി ശാന്തൻ ഹാജരുണ്ടോ? 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 ശാന്തൻ വന്നിട്ടുണ്ട്. പേര് ശാന്തൻ. അതെ സാർ. ബസ്സിൽ ഭ്രാന്തൻ. സാറേ, ഈ ശാന്തന്റെ കേസേ ഇന്നാണ് അതിന്റെ വിധി നമ്മൾ വെച്ചേക്കുന്നത്. കാരണം ഇവനൊരു 10-40 സാക്ഷിനെ നമ്മൾ വിസ്തരിച്ചാണ്. എല്ലാം ഇവന് അനുകൂലമായിട്ട് നിൽക്കുകയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ സാറ് എന്താന്ന് വെച്ചാൽ അതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാലേ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവൻ ശിക്ഷിക്കപ്പെടും. അവസാനമായിട്ട് ഈ കോടതിയോട് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ശാന്തൻ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ കോടതിയോട്? സാർ, എനിക്ക് ബോധിപ്പിക്കണം. ബോധിപ്പിക്കും ശാന്ത. Shall I remind you something? It is called unbecoming officer. I pity you for the dirty game you have played in this case that is manipulated. A police officer is supposed to be the watchdog of justice and servant of the society. But instead, you behaved like a barking mad dog to wreak vengeance against a family enemy. An obeying citizen and an ex-judicial officer who always gave predominant consideration for his office than any personal relationship or any personal bond. By incriminating such a pious and loyal soul, you have proved that you are assigned to the total police force of the country, Your Honor. That's all. ആദ്യം ഇവിടെ ഒരു ഉപ്പ് സോഡ അവിടെ താൻ പോയിട്ട് കോടതിയുടെ വാതിലും ജനലെല്ലാം പൂട്ടും. ഇനി 3 മാസത്തേക്ക് കോടതി കൂട്ടിയിടും. അതെന്തിനാണ് സാറേ 3 മാസത്തേക്ക് കോടതി കൂട്ടിയിടുന്നത്? ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇനി കോടതി തുറന്നാ മതി. അപ്പൊ ഇനി കോടതി അതുവരെ കോടതി അവധി. അപ്പൊ നമ്മളെല്ലാവരും ചിരിയുടെ കുറെ നേരം ആസ്വദിച്ചു. ഇനി ഒരു ഗ്രൂപ്പ് സോങ് ആണ്. ഗ്രൂപ്പ് സോങ് വരുന്ന PR ടീംസ് ആണ്. അവിടെ ഗീത മാം, ജിസ്ന, ദിവ്യ, അലീന ആൻഡ് ജിൻസി ഷിൻഡോ.
മധുരക്കരിമ്പേ മലത്തേനെ മദന കുഴമ്പേ മധുരക്കരിമ്പേ മലത്തേനെ മദന കുഴമ്പേ ഒന്നു വന്നാട്ടെ തെല്ലു നിന്നാട്ടെ നാണമെന്തേ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനെ മധുരക്കരിമ്പേ മലത്തേനെ മദന കുഴമ്പേ പുഴമുല്ലപ്പൂ വിരിഞ്ഞു പതിനായിരം ആശകളാലൊരു പൊൻവനേ വന്നു ഞാൻ അലരേ വന്നു ഞാൻ ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങും പുഴമുല്ലപ്പൂ വിരിഞ്ഞു പതിനായിരം ആശകളാലൊരു പൊൻവനേ ജലശേഖരം നയന മദന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരും ചായൽ ാവേശം ഒന്നാകുവാൻ അലരേ അതിരായിരമാശകളാലൊരു പൊൻവൻ നീ കണ്ടു അലരേ കണ്ടു നമ്മുടെ ഇവിടെ പരിപാടികൾ ഇപ്പൊ കുറച്ചുകൂടെ ഊർജ്ജസ്വലമായ പരിപാടികളിലേക്ക് കടക്കാണ്. അടുത്തൊരു ഗ്രൂപ്പ് ഡാൻസ് ആണ്. ഇതിൽ വരുന്ന ഷെറിൽ, ബിനി, തോമസ്, ടിൻസി, ഫൈസ ആൻഡ് ശാന്തിപ്രിയ. വളരെ തട്ടുപൊളിപ്പനാണ്. ആഘോഷ കമ്മിറ്റി ഒന്ന് ഉഷാറാവേണ്ടതുണ്ട് ഈ ഡാൻസിനൊക്കെ കേട്ടോ. ഓക്കെ, നമ്മളെ നമുക്ക് വെൽക്കം ചെയ്യാം ഷെറിൽ ആൻഡ് ടീം.
ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഉദിച്ച ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ, താഴെന്റെ കൂടെ നിഞ്ഞ പഞ്ചവർണ്ണമല്ലേ, തങ്കമെന്റെ കൺകവർണ്ണ പുണ്യം നിങ്കയ്ക്ക് മുത്താളം മുത്തല്ലേ, മുല്ലപ്പൂതേനല്ലേ, ആനത്തിൻ വില്ലല്ലേ, ഔറത്തിൻ വാക്കൽ. घर तो छुड़वाया अब क्या छुड़ाएगी नौकरी. रोमियो रोमियो कल के रोमियो, भोली शक्ल वाले सारे के सारे परे पियो. रोमियो रोमियो भाड़ के प्रेमियो, काहे गल पड़े हो बिन बुलाए बारातियों. देखो कई गले जा संग में और ले जा, देखो चोरी से ऐसी ना सोगी, कभी लगे मोनालिसा, कभी कभी लगे ललिता, और कभी जैसे मानो परी. हाय मेरी परम 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 सुंदरी, हाय मेरी परम 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 सुंदरी. सर से पैर तलक बेतहाशा हुस्न से भरी, हाय मेरी परम 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 सुंदरी. ये जिंगी 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 போட்டு ஜில்லு ஜில்லுக்கிற ரவிக்கு போட்டு இங்க நீயும் கிளம்பி போற சொல்லு வேகமா, நான் துணைக்கு வரேன் பேசிக்கிட்டே கண்ணே போவோமா. சிக்கா 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 சிக்கா. जिंगी 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 போட்டு ஜில்லு ஜில்லுக்கிற ரவிக்கு போட்டு இங்க வேணா பண்ண போவே சும்மா விலகுங்க, நீங்க எப்போதுமே துணைக்கு வேணாம் எட்டி நகருங்க. சிக்கா 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 சிக்கா. நாடு ரொம்ப கெட்டு போச்சு, நல்லதெல்லாம் செத்து போச்சு, கூட வந்து இருக்கிறேன் கது காவலா, நீ கூடாதுன்னு சொல்லாதடி குட்டி போகலா. ഹലോ, ഞാൻ പറഞ്ഞില്ലേ തട്ടുപൊളിപ്പനാണ്. എല്ലാരും ശരിക്കും ആഘോഷിച്ചത്. ഓക്കെ, റെഡി? പറഞ്ഞ ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക്, എനിക്കത് വായിക്കാൻ വേണ്ടി ലൈറ്റ് ഫ്ലിക്കർ അടിക്കരുത്, കണ്ണ് കാണൂല. ഇനി നമുക്കൊരു ഡാൻസ് ആണ്. പാർവതി ആൻഡ് ശിവാനി പുഷ്പചേച്ചിയുടെ മക്കളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം പാർവതി ആൻഡ് ശിവാനി, ഒരു ഗ്രൂപ്പ് ഡാൻസ്. చితని తిను వినలా
പൊട്ടി ഹൃദയം പൊട്ടി വഴിയും തെറ്റി വിടറ്റി ഈ സിറ്റി നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണി ഒരു പൂ തരാമോ ഒരു കായ് തരാമോ പൂ കൊടുക്കാൻ അതിനായി വരണ്ടേ ആയിരുന്നാൽ കയ്യിൽ കായ് വരണ്ടേ മക്കളെ, നിങ്ങളുടെ പേരെന്ന് പറഞ്ഞു? പാർവതി. എന്ത് ചെയ്യുന്നു? MSW സ്റ്റുഡന്റ് ആണ്. നാണിക്കാതെ പറയങ്ങോട്ട്. ശിവാനി ഏത് ക്ലാസ്സിൽ പഠിക്കണേ? നിങ്ങൾ അമ്മോട് ഇതുപോലെ ഒരു ചതി ചെയ്യും നിങ്ങൾ വിചാരിച്ചില്ല. ഒരു 2 ചൂട് അമ്മയ്ക്ക് കൂടെ പറഞ്ഞു കൊടുത്തുവിടായിരുന്നോ? അമ്മയാണെങ്കിൽ മടി പിടിച്ച് നടക്കുകയാണ്, എല്ലാ പ്രോഗ്രാമിന്റെ പറയും ഞാനില്ല. അടുത്ത പ്രാവശ്യം അമ്മയും കൂടെ ഒരു സ്റ്റെപ്പ് പഠിപ്പിക്കണം കേട്ടോ. ഓക്കെ, ബൈ.